ശ്രീ റിജി ലൂക്കോസ്, ജയിലിലാണ് ഇപ്പോൾ പത്മകുമാർ ഉള്ളത്. പത്മകുമാറുമായി ബന്ധപ്പെട്ട് പുതിയ പുതിയ തെളിവുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ആ വീട്ടിലെ നിത്യ സന്ദർശകനായിരുന്നു എന്നും ഇരുവരും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിന്റെ രേഖകൾ കണ്ടെത്തിയെന്നും SITയുടേതായ വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. പക്ഷെ ഇപ്പോഴും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായി പത്മകുമാർ തുടരുകയാണ്. എന്താണതിന് കാരണം? അല്ല, അതൊരു ഒരാള് കുറ്റവാളിയാണെന്ന് ആരോപിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ കോടതി വിധിക്കണം. ഇപ്പോൾ കുറ്റാരോപിതരാണ്. അത് ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷ് പറഞ്ഞു, ഉപ്പ് തന്നയാൾ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞു. ഒരു കാരണവശാലും ഇത്തരക്കാരെ സംരക്ഷിക്കില്ലെന്ന് പറഞ്ഞു. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കാനുണ്ട് CPM കഴിവുണ്ട്. അതിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ നിങ്ങൾ വാർത്ത കൊടുത്തിരിക്കുന്നത് പലതും വ്യാഖ്യാനിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മുഖ്യമന്ത്രി വരെ രാജിവെക്കണമെന്ന് പണ്ട് സ്വർണ്ണക്കടത്തിന്റെ കാലത്ത് രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ K സുരേന്ദ്രൻ ആരോപിച്ച പോലെ ഇനി അടുത്ത ഘട്ടത്തിലേക്ക് അങ്ങനെ വേണമെന്ന് നിങ്ങൾ ആരോപിക്കും. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യത്തിലുള്ള സർക്കാർ അല്ലായിരുന്നുവെങ്കിൽ ഈ വിഷയം പുറത്തു പോലും വരത്തില്ലായിരുന്നു. യാതൊരു തർക്കമില്ല കാര്യത്തിൽ. ആ കാര്യം അങ്ങ് പറയുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടം ഉണ്ടെങ്കിലും പുറത്തു വരില്ലായിരുന്നു എന്നാണോ? അല്ല, ഹൈക്കോടതിയുടെ മേൽനോട്ടം ഉണ്ടെങ്കിലും ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അതുപോലെ തന്നെ BJPയുടെ നേതാക്കന്മാരിൽ ആരോപിച്ചത് എന്താണ്? ഇത് ഉദ്യോഗസ്ഥന്മാരിൽ അവസാനിക്കും, സർക്കാർ അതിന് മുകളിലേക്കുള്ളവരെ സംരക്ഷിക്കും, യാതൊരു സംശയമില്ല, ചരിത്രങ്ങൾ അങ്ങനെ പറയണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ചരിത്രം ഇതുവരെ CPM ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അവിടെ കണ്ടത് N വാസുവിനെ അറസ്റ്റ് ചെയ്തു, ഇപ്പോൾ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ സർക്കാർ ആരെ സംരക്ഷിക്കരുന്നുള്ളതാണ്. കുറ്റവാളികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷണ സംഘത്തിന് അത് ബോധ്യപ്പെട്ടാൽ അവരെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ അധികാരവും. പക്ഷെ കുറ്റവാളി എന്ന് പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ കോടതി തീരുമാനം പ്രഖ്യാപിക്കണം. ഈ ചരിത്രങ്ങൾ ഒരുപാട് മന്ത്രിയുടെ പാർട്ടിയിലെ ഒരാൾ അറസ്റ്റിലാകുമ്പോൾ കുറ്റാരോപിതൻ മാത്രം എന്ന് പറയുമ്പോൾ അത് ചില കേസുകളിൽ മാത്രമാണോ ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യം? ഇതിൽ മാത്രമാണോ, ഈ കേസിൽ മാത്രമാണോ? ഇപ്പൊ നിങ്ങളത് സ്മൃതി ഉദ്ദേശിക്കുന്ന ആരെക്കുറിച്ചാണെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി കഴിഞ്ഞു. അപ്പം അതിനെക്കുറിച്ച് മറുപടി വരാൻ എന്തായാലും തൽക്കാലം ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു കാര്യം ഉറപ്പാണ്, VS ശിവകുമാറിനെ സംരക്ഷിച്ച സ്വന്തം അനിയൻ 1,82,00,000 രൂപ ഒരു കാരണമില്ലാണ്ട് ഒരു കടലാസ് പോലും, ഒരു കയ്യിൽ പോലും, സ്പൂൺ പോലും വാങ്ങിക്കാണ്ട് തട്ടിയെടുത്തുകൊണ്ട് പോയപ്പോഴും ആ മന്ത്രി 5 വർഷക്കാലം പൂർത്തീകരിച്ചു. എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? നിങ്ങൾ മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ച പോലെ, പ്രതിപക്ഷ നേതാവ് വ്യാഖ്യാനിച്ച പോലെ നേതാക്കന്മാരുടെ ഒരു പട തന്നെ വലിയ രീതിയിൽ സംശയത്തിന് നിഴലിലാവും എന്നുള്ള വ്യാഖ്യാനത്തിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. ഏതായാലും താരതമ്യമുണ്ടോ ശ്രീ റിജി ലൂക്കോസ്? രണ്ടും ഒരുപോലെയുള്ള കുറ്റങ്ങളായിട്ടാണോ കാണുന്നത്? അല്ല, കളവ് 1 രൂപയാണെങ്കിലും 1 കോടി രൂപയാണെങ്കിലും 1 ബില്യൺ, 1 ബില്യണാണെങ്കിലും കളവ് തന്നെ. ഒരു വ്യത്യാസം മാത്രമാണോ നിങ്ങൾ വിലയിരുത്തുന്നത്? ശബരിമല സ്വർണ്ണക്കൊള്ള സ്വർണത്തിന്റെ അളവിലാണോ നിങ്ങൾ വിലയിരുത്തുന്നത്? ഒരിക്കലുമല്ല. സ്മൃതി, വളരെ കൃത്യമായിട്ട് തന്നെ പറയാം, ശബരിമല കൊള്ളയടിച്ചവരെ ഒരിക്കലും നീതിയുടെ തുലാസിൽ വെച്ച് ന്യായീകരിക്കാൻ ഞങ്ങളാരുമില്ല. ഒരു സംശയമില്ല. ഈ പത്മകുമാർ എന്ന് പറയുന്ന ആളെ ബലമായ സംശയം ഉണ്ടെന്നുള്ളവർ ഞാൻ പറയ ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം അയാളുടെ നിലപാടുകളിലെ വൈരുദ്ധ്യങ്ങൾ, ആദ്യം പറഞ്ഞു ഇത് ചെമ്പാണെന്ന് ആ മനുഷ്യൻ പറഞ്ഞു, അങ്ങനെ എഴുതി കൊടുക്കുകയും ചെയ്തു. രണ്ടാമത് ഇവര് ചെന്നൈയിലെ ആ സ്ഥാപനം സ്വർണ്ണം പൂശിയ സ്ഥാപനം പറഞ്ഞു ഞങ്ങൾക്ക് ഒരിക്കൽ സ്വർണ്ണം പൂശിയതിൽ വീണ്ടും പൂശാൻ പറ്റത്തില്ല, ഞങ്ങളിൽ കിട്ടിയത് കൃത്യം വളരെ പുതിയ ചെമ്പാണെന്ന് പറഞ്ഞു. അതിൽ നിന്ന് പത്മകുമാർ പറഞ്ഞതിനകത്ത് ഒരു വൈരുദ്ധ്യം ഇവിടെ എല്ലാവർക്കും ഒരേ. നമ്മൾ ആരുടെ അടുത്ത് മറിച്ചിട്ട് കാര്യമില്ല. അത് മാധ്യമങ്ങളിലൂടെ ലൈവായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. നിരന്തരം പത്മകുമാറിനെയാണ് ഇപ്പോൾ പാർട്ടി സംരക്ഷിക്കുന്നത്. അങ്ങ് പറഞ്ഞ സംഭവത്തിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നു? അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ തന്നെ ചെമ്പ് എന്ന് എഴുതി വെച്ച കടലാസ് പുറത്തു വന്നു, അല്ലേ? ഇപ്പോൾ ബന്ധുക്കൾ പോലും അദ്ദേഹത്തിനെതിരെ മൊഴി കൊടുത്തിരിക്കുന്നു. പോറ്റി അവിടെ നിത്യ സന്ദർശകനായിരുന്നു. ഇരുവരും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും SIT പിടിച്ചെടുത്തു. ഇത്രയും വിവരമുണ്ടായിട്ടും ഇപ്പോൾ കുറ്റാരോപിതൻ എന്ന വാക്കിൽ അത് ഒരു ന്യായീകരണമായി എടുക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. സാധാരണക്കാർക്കത് അങ്ങോട്ട് ദഹിക്കുന്നില്ല ശ്രീ റിജി ലൂക്കോസ്. അല്ല, സാധാരണക്കാർക്ക് ദഹിക്കും. കാരണം സാധാരണക്കാർ എപ്പോഴും ഈ സർക്കാരിന്റെ ഈ നിശ്ചയദാർഢ്യത്തിന് സപ്പോർട്ട് ചെയ്യുന്നവരാ. ഞങ്ങളൊക്കെ ആൾക്കാരോട് സംസാരിക്കുന്നവരാ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഈ മനുഷ്യനെ സംബന്ധിച്ചുള്ള, ഈ പത്മകുമാറിനെ സംബന്ധിച്ച് വാസുവാണെങ്കിലും ജനങ്ങളുടെ മുമ്പിൽ അത്ര നല്ല രീതിയിലുള്ളൊരു മാനേജ്മെന്റ് അല്ല ഒരു ഇമേജിലാണ് നിൽക്കുന്നത് എനിക്ക് വിശ്വാസമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചുള്ള ആവർത്തിച്ചു ഈ സർക്കാരിലായിരുന്നുവെങ്കിൽ ഇവരൊക്കെ വളരെ സുഖമായിട്ട് അന്തി ഉറങ്ങി മാന്യമായിട്ട് ഈ കൊള്ളമുതലിന്റെ മുകളിൽ വിരാജിച്ചാൽ ഒരു സംശയമില്ല. ഈ സ്മൃതി എന്നോടൊരു ചോദ്യം ചോദിച്ചല്ലോ, പാർട്ടിയും സർക്കാരും സംരക്ഷിക്കുന്നത് എവിടെയാ സംരക്ഷിക്കണേ?
ഇപ്പൊ ഹൈക്കോടതിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കണമെങ്കിലും ആഭ്യന്തര വകുപ്പിന്റെ കീഴിലാണ് ഉദ്യോഗസ്ഥന്മാർ. അവരെ ജനങ്ങളുടെ മുന്നിൽ പ്രതിച്ഛായ നഷ്ടപ്പെട്ട രണ്ട് നേതാക്കളാണ് എൻ വാസുവും പത്മകുമാറും എന്ന് അല്ലേ? ആ പത്മകുമാറിനെയാണ് ഇപ്പോൾ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ തുടരാൻ അനുവദിക്കുന്നത്. അതിന്റെ ലോജിക് ഒന്ന് പറഞ്ഞു തരാമോ? ഇല്ല, അത് നിങ്ങൾ വ്യാഖ്യാനിക്കുക. അതൊരു സംരക്ഷണമല്ല. അതുകൊണ്ടല്ലേ ഗോവിന്ദ മാഷ് ഇപ്പൊ മൂന്നാമത്തെ പ്രാവശ്യം നിങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞേ, ഏത് വമ്പനാണെങ്കിലും ഒരു കാരണവശാലും സംരക്ഷിക്കത്തില്ല, ഏത് നേതാവാണെങ്കിലും സംരക്ഷിക്കില്ല, ഒരു കാരണവശാലും പാർട്ടിയുടെ സംരക്ഷണം സർക്കാരിന്റെ സംരക്ഷണം ഉണ്ടായാലെന്ന് പറഞ്ഞില്ലേ? അയാൾ ജില്ലാ കമ്മിറ്റി തുടരുന്നത് പിന്നെ ഒരു ലിമിറ്റ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ചോദിച്ചാൽ അതിപ്പോ അടുത്ത തിങ്കളാഴ്ച ജില്ലാ കമ്മിറ്റി കൂടാൻ പോവാ. അന്നേരം പാർട്ടി തീരുമാനിക്കട്ടെ. അതിന് മുമ്പ് കൂടെയായിട്ട് ഞാനിങ്ങനെ മറുപടി പറയണേ? ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞത്, എനിക്കത് പറയുന്നതിനകത്ത് യാതൊരു മടിയില്ല. പക്ഷേ ഈ ഗവൺമെന്റിനോടുള്ള ജനങ്ങളുടെ പ്രതിബദ്ധത എന്താണെന്നും ഈ പറയുന്ന ജനങ്ങളുടെ മുമ്പിൽ ഈ സർക്കാരിന്റെ സുതാര്യത എന്താണെന്നും മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് ബോധമുണ്ട്. ഞാൻ ഇന്നലെ ഒരു വലിയ പരിപാടി പങ്കെടുത്തതാണ്. ശ്രീ റെജി ലൂക്കോസ്, ഈ വിഷയത്തിൽ സുതാര്യതയിൽ സംശയമുണ്ടല്ലോ, അതല്ലേ? ഇത്രയും അധികം വിവരങ്ങൾ പുറത്തു വന്നിട്ടും ജില്ലാ കമ്മിറ്റി തീരുമാനിക്കട്ടെ എന്നാണോ സംസ്ഥാന സെക്രട്ടറി തീരുമാനിക്കുക? അങ്ങനെയല്ലല്ലോ. ആ വിഷയം ചർച്ച ചെയ്തു. അപ്പോൾ അതിനു മുൻപ് തന്നെ എം പി ഗോവിന്ദൻ പുറത്തു പറയുന്നത് കുറ്റാരോപിതൻ മാത്രമാണ്, കോടതിയിലെത്തിയ ശേഷം കോടതി വിധി ഇട്ട ശേഷം മതി തീരുമാനമെന്ന്. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ എല്ലാ കേസുകളും ആ നിലപാടെടുക്കണമെന്നേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കേസുകളിൽ ആ നിലപാട്, മറ്റു ചില കേസുകളിൽ അങ്ങനെയല്ല, തെരുവിലേക്ക് സമരവുമായി പ്രക്ഷോഭവുമായി ഇറങ്ങുക. അതെന്ത് സമീപനമാണ്? ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു ഇതെല്ലാം ബോധ്യപ്പെടുത്തുന്ന കേരളത്തിലെ ജനങ്ങളോടാണ്. നിങ്ങൾ കുറച്ച് മാധ്യമങ്ങളിരുന്ന് വിചാരണ ചെയ്ത് ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ മാധ്യമങ്ങൾ ചോദിക്കുന്നത്. ജനങ്ങളുടേതായ ചോദ്യങ്ങളാണല്ലോ മാധ്യമങ്ങൾ ചോദിക്കുന്നത്. ശ്രീ റെജി ലൂക്കോസ്, അല്ല, അതിനെ ഞാൻ മാനിക്കുന്നു. ഒറ്റ മിനിറ്റ് എനിക്ക് തരാം. അതിനെ ഞാൻ മാനിക്കുന്നു. പക്ഷെ വി എൻ വാസവൻ അറസ്റ്റ് ചെയ്യണം. അല്ല, വി എൻ വാസവനെ കുറ്റവാളിയായിട്ട് ചിത്രീകരിക്കുന്ന ഏത് ഭാഷത്തിലാണെന്നും ഞങ്ങൾക്ക് ആർക്കും പിടികിട്ടില്ല. ഒരു വർഷമായുള്ളൂ ചർച്ച തുടങ്ങിയപ്പോൾ 6 മിനിറ്റ് ആയല്ലോ. നമ്മൾ വി എൻ വാസവൻ എന്ന പേര് പറഞ്ഞോ? ഇല്ലല്ലോ. നമ്മൾ എന്താണ് പറഞ്ഞത്? നമ്മൾ ചോദിച്ചത് അറസ്റ്റുമായി ബന്ധപ്പെട്ട് എടുത്ത നിലപാടിനെ കുറിച്ചാണ് അല്ലേ? അല്ല, ഞാൻ ചോദിച്ച ചോദ്യത്തിനല്ലേ അങ്ങയുടെ മറുപടി വേണ്ടത്? ഈ പാർട്ടി ചെയ്യുന്ന ഈ തീരുമാനത്തിൽ സുതാര്യതയുണ്ടെന്നാണോ അങ്ങ് പറയുന്നത്? കുറ്റാരോപിതൻ മാത്രം കോടതി തീരുമാനിക്കും വരെ അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗമായി തുടരുമെന്ന് പറയുന്നതിൽ ചില സംശയങ്ങൾ തോന്നുക സ്വാഭാവികമാണ്. അത് നിവർത്തിക്കാൻ പറ്റുന്നുണ്ടോ അങ്ങേക്കും പാർട്ടിക്കും? അല്ല, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ മാധ്യമ വിചാരണ അനുസരിച്ച് തീരുമാനം എടുക്കുന്ന ഒരു പാർട്ടിയല്ല CPM. ആദ്യം മനസ്സിലാക്കുക, CPM ജനങ്ങളെ ബോധ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ജനങ്ങൾ ഈ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ എന്തെല്ലാം ആരോപണങ്ങൾ എത്ര വർഷം ഉപയോഗിച്ചു, എത്ര പത്രസമ്മേളനം നടത്തി, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു അന്വേഷണം നീളണമെന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് ജനങ്ങൾ നടത്തിയ വിധി എന്താ? ഈ ഞാൻ പറയുന്നത്, കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കത്തില്ല. ഒറ്റ കാര്യം നിങ്ങൾ ഓരോ സമയം ഓരോ ന്യായം പറയാതിരിക്കൂ ശ്രീ റെജി ലൂക്കോസ്. നിങ്ങൾ തന്നെ പറയുന്നു സർക്കാർ നിയോഗിച്ച അന്വേഷണ സംഘം SIT അന്വേഷിച്ച് അന്വേഷണം അവരെ സ്വതന്ത്രമായ രീതിയിൽ സുതാര്യമായി മുന്നോട്ട് പോകുന്നു, ഞങ്ങൾ ഇടപെട്ടിട്ടില്ലല്ലോ എന്ന് പറയുന്നു. ആ അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ, ആ അന്വേഷണത്തിൽ അറസ്റ്റിലായ നേതാക്കൾ, അതിന്റെ കാര്യത്തിൽ മറ്റൊരു നിലപാട്, അതെങ്ങനെയാണ് അംഗീകരിക്കാനാവുക? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ CPM വിചാരണ തുടരുന്നുണ്ടല്ലോ. എനിക്കൊരു കാര്യം പറയാൻ എന്നെ ഒന്ന് അനുവദിക്കൂ. ഞങ്ങൾ ഒരിക്കലും ഇന്ന് ഞാൻ ബഹുമാനത്തോടെ കാണുന്ന രണ്ട് നേതാക്കന്മാരെ വളരെ ഇന്ന് വരെ ജീവിതത്തിൽ ഈ ചാനൽ ചർച്ചകൾ ഇന്ന് വരെ ഒരു ബ്ലാക്ക് സ്പോട്ട് വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ പോലും വെച്ചുകൊണ്ട് ഈ രാഹുൽ ഗാന്ധിയെ കുറിച്ച് വിമർശിച്ചിട്ടില്ല. കാരണം അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഒരുപാട് തവണ അതിനെക്കുറിച്ച് പോസ്റ്റിട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ മാതാവ് സോണിയാഗാന്ധിയും EDയുടെ ജാമ്യത്തിലെ 650 കോടി രൂപ തട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളാരും അത് വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ കരുതണ്ട. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അവരെ സ്ഥാനം ഒഴിയാത്ത ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഒഴിയണം? സോണിയാഗാന്ധി ഇപ്പൊ വിശ്രമ ജീവിതത്തിലാണെങ്കിൽ പോലും അവരെക്കുറിച്ച് എന്താണ് കേന്ദ്ര സർക്കാർ നടത്തുന്ന കേസുകളെ കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കുന്ന CPM ഇപ്പോൾ ശബരിമല സ്വർണ്ണപ്പാളി മോഷണവും രാഹുൽ ഗാന്ധിക്കെതിരായ കേസും തമ്മിൽ താരതമ്യം ചെയ്യുന്നു. നന്നായിട്ടുണ്ട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.